ഹലോ ഗൈസ്, അപ്പോൾ നമ്മളൊരു ട്രിപ്പ് പ്ലാൻ ചെയ്തേക്കുവാണ്. റെഡിയായി. ഏകദേശം രാവിലെ ഒരു 4 മണി 4:15 3:30 എണ്ണിച്ച് തുടങ്ങിയതാണ്. അവർക്കൊക്കെ വന്ന് ചടഞ്ഞ് വെച്ചിരിക്കണം. അതായത് എൻ്റെ ട്രിപ്പിന് വേണ്ടിയല്ല, തേച്ചിക്കണം. അപ്പോൾ ഞാൻ പോയിട്ട് ബാക്കി കാണാം. അപ്പം നമ്മൾ ട്രാവൽ ചെയ്ത് മുനമ്പം കവല എറണാകുളം എത്തിയിട്ടുണ്ട്. ഞാൻ നല്ല ഉറക്കമായിരുന്നു. നല്ല ഉറക്കമെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ ഇറങ്ങിയതിൻ്റെ ഉറങ്ങുന്നമല്ലോ എന്ന് ആലോചിച്ചിട്ട് എനിക്കങ്ങനെ ചുമ്മാ ഇങ്ങനെ കണ്ണടച്ച് കിടക്കുമായിരുന്നു. പെടലൊക്കെ പോയി കിടന്നിട്ട് ഉറക്കമൊന്നും ശരിയായിട്ടില്ല. അപ്പോൾ നമ്മൾ കാപ്പി കുടിക്കാൻ നിർത്തിയതാണ്. ഇനിയിപ്പം എന്തൊക്കെ കഴിച്ചിട്ട് എഗെയിൻ ട്രാവൽ. ഒരു റാഹത്ത് ഹോട്ടൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അവിടെയാണ് നമ്മൾ ഫുഡ് കഴിക്കാൻ വന്നത്. അയ്യോ വയ്യ ഗൈസ്, വയ്യ. ഇവിടെ ഒരു നേരം പോക്കെന്ന് പറഞ്ഞ ഫുഡ് കോർട്ടൊക്കെ ഉണ്ട് കേട്ടോ. ഇവർ തന്നെയാണ്. ഈവനിങ് ഒക്കെ നല്ലതായിരിക്കും അവിടെ. ഗൈസ്, നമ്മൾ ഫുഡ് കഴിക്കാൻ വന്ന ഹോട്ടലിൽ ഫുഡില്ല. 7 മണി 8 മണി ആവുന്നതേ ഉള്ളൂ. അപ്പം ഇവിടെ ഒന്നും ആയിട്ടില്ലെന്നാണ് അവർ പറയുന്നത്. ഇനി അടുത്തത് തപ്പം. ഫൈനലി നമ്മളൊരു ഹോട്ടൽ കണ്ടുപിടിച്ചു. വിശന്നിട്ട് വയറ് എല്ലാവർക്കും വിളിക്കുന്നുണ്ട്. നമ്മൾ ഫുഡ് കഴിക്കാൻ വന്നു. ആര്യാസാണ്. മസാല ദോശയാണ് ഞാൻ ഓർഡർ ചെയ്തത്. ഇവിടെ ബാക്കി എല്ലാവരും പൂരിയുടെ ആൾക്കാരാണ്. ഇവിടെ ഇവിടെ ഫുഡ് കഴിക്കാൻ വന്നിടത്ത് കിട്ടിയ കളിക്കുന്ന സാധനത്തിൽ കയറിയത് സെബയുടെ പരിപാടിയാണ്. അപ്പോൾ ഗൈസ്, നമ്മൾ ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങിയതേ ഉള്ളൂ. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ തൊട്ടാക്കാശമാണല്ലേ പറയണ്ട. ഞാനിവിടുന്ന് പോയ ടൈമിൽ മസാല ദോശയ്ക്ക് എത്രയായിരുന്നു? 50 രൂപ കണ്ടുള്ളായിരുന്നു. ഇപ്പം അത് 100-150 ആയിരിക്കുന്നു. എന്തായാലേ ചേഞ്ച്. യുദ്ധത്തിൻ്റെ ഗാംഭീര്യമല്ലല്ലോ, ആ ഒരു കാഠിന്യം മൂലം ഗ്യാസൊക്കെ ഇല്ലാത്തത് കൊണ്ട് എല്ലായിടവും എല്ലാത്തിനും പൈസ. ഹോട്ടലൊന്നും കാണാനില്ല. ഉള്ള ഹോട്ടലെല്ലാം അടച്ചിട്ടിരിക്കുന്നു. അങ്ങനെ നമ്മൾ ട്രാവലിങ്ങിലാണ് കേട്ടോ. നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് പ്രകൃതി രമണീയമായ സ്ഥലങ്ങളൊക്കെ നമ്മൾ കണ്ടു. എല്ലാം ഞാൻ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഫോണെടുത്ത് ക്യാമറ ഓൺ ആക്കുമ്പോഴത്തേക്കും എല്ലാം അങ്ങ് തീരും. സൂപ്പർ വെളി നടക്കണം. മലപ്പുറം റൂട്ടാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഗൈസ്. കട്ടർ പാലത്തിൽ കൂടെ പോവാണ്. നമ്മള് പിന്നെ അവിടെ ജ്യൂസ് കുടിക്കാൻ കയറിയതാണ്. ജ്യൂസ് കുടിച്ചിട്ട് വരാം. ചൂടൊക്കെ അല്ലേ. എൻ്റെ ഗ്രേപ്പ് ജ്യൂസ് വന്നിട്ടുണ്ട്. ലേസൊക്കെ തിന്ന് പതിയെ പോവാന്ന് വിചാരിച്ചു ഞാൻ. സോറി, ലേസിൻ്റെ ബിഗോടെ ഫാന്. പച്ചപ്പും ഹരിതാപവും കണ്ടിട്ടുണ്ടോ? ഈ സഭയാണ് എൻ്റെ വീഡിയോയുടെ ഏറ്റവും വലിയ സ്പോയിലർ. ചുമ്മാ അലമ്പായിക്കൊണ്ടിരിക്കുന്നേ. സെറ്റപ്ലിക്കേഷൻ റൂട്ടാണ്. ഇത് കണ്ടോ ഗൈസ്, ഫുള്ള് കാടുകളും മലകളുമാണ്. അങ്ങനെയല്ല, എല്ലാം കുറച്ച് ടോപ്പിലാണ്. കുറച്ച് ടോപ്പിലാണ് വീടുകളെല്ലാം. നമ്മളിങ്ങനെ എന്താ കുറച്ച് പൊക്കത്തിലാണ്. മുകളിലോട്ട്
അതിനേക്കാളും അപ്പുറം ഓട്ടോ അതിന്റെ ഫ്രണ്ട് ഇതാണ് ഇവരെല്ലാരും എന്റെ ഇത് നശിപ്പിക്കണേണ് എന്റെ വീഡിയോ. അതിലൂടെ ആ പെണ്ണിന്റെ ഒരു ഫ്ലെക്സ് നേരത്തെ ഒരു സ്കൂട്ടറുകാരനായിരുന്നു, ഇപ്പൊ ഓട്ടോ ഓട്ടോയ്ക്ക് വില കുറവ്. ഓട്ടോ ഒരു തരം 2 തരം 3 തരം അങ്ങോട്ടും ഇങ്ങോട്ടില്ല 15 എന്ത് സൂപ്പർ. മഞ്ഞ് ഇറങ്ങി പോലെ ഇരിക്കുന്നല്ലേ. ഓ അവിടെ ചെല്ലുമ്പോ പെരും ചൂടായിരിക്കും. ഓടമഞ്ഞിൻ ഓഹോ അല്ല ഇപ്പൊ കോപ്പിറൈറ്റ് അടിക്കുവോ? ആ എന്റെ പാട്ടായോണ്ട് ഈ യഥാർത്ഥ സോങ്ങും എന്റെ സോങ്ങും കൂടെ തന്നെ അവർക്ക് മാറിപ്പോകും. ഞാൻ ഇങ്ങനെ എടുക്കും. നമ്മളിങ്ങനെ ചുരം കയറാനുള്ള പ്രിപ്പറേഷനിലാണ്. കണ്ടില്ലേ ഇതിങ്ങനെ ദൂരെ അവിടെ കണ്ടോ സന്ദീപിന്റെ വീടിന്റെ അപ്പുറത്ത് മല, അവിടെയാണ് നമ്മൾ കറങ്ങേണ്ടത്. ഇതുണ്ടോ വട്ടേല കണ്ടിട്ടുണ്ട്? മല ഇതാണ് സെറ്റപ്പ്. മലയല്ല അതിങ്ങനെ ഇപ്പൊ കുറച്ചും കൂടെ താത്തെടുത്ത് കഴിഞ്ഞാൽ ആളുകൾക്ക് കാണാതിരിക്കും. മൂന്നാറ് നമ്മൾ ഒത്തിരി തേയിലത്തോട്ടം പിന്നെ തിരിച്ചു വന്നപ്പോഴും കുറെ കിട്ടി. ഇവിടെ ഫുള്ള് വളവ് കണ്ട വളവ് കണ്ടോ എന്ന് തമിഴ്നാടുണ്ട്. തമിഴ്നാട് കേട്ടിരി അത് കൂട്ടരുത്. കണ്ട ഇത് കണ്ട എന്ത് ഭംഗി നിന്നെ കാണാൻ എന്റെയോ മലയാളി. അങ്ങനെ ഒരു ഫോറസ്റ്റ് കൈൻഡ് ഓഫ് റോഡാണ് ചുരത്തിലോട്ടുള്ള റോഡ്. ഇറങ്ങി വരുന്ന ഒരു വണ്ടി ബ്രേക്ക് ചവിട്ടി വരും. അപ്പൊ ഈ ബ്രേക്ക് പാഡ് ചൂടാവും, ബ്രേക്ക് പോവും. അതിന് എപ്പോഴും വണ്ടി ഗിയറിൽ ഏത് ഗിയറിലാന്ന് കയറുന്ന ആ ഗിയറിൽ ഇറങ്ങി വരാവും. നമ്മളിപ്പോൾ താമരശ്ശേരി ചുരം എയർപിന്നെ കയറിക്കൊണ്ടിരിക്കുകയാണ്. ഒരുത്തം വരുന്നുണ്ട്. വേഷം കെട്ടിക്കൊണ്ട് നടക്കും. ഇത് കുഞ്ഞുണ്ടോ? പ്രായമായതാന്ന് തോന്നുന്നു. അത് പ്രസവം കഴിഞ്ഞിട്ടില്ല. പെൻഷൻ വാങ്ങി വന്നു. പ്രസവം കഴിഞ്ഞാമ്മ പ്രസവം കഴിഞ്ഞു. തല മാറ്റത്താ അത്രയ്ക്കൊക്കെ വേണോ മോളെ? ഇവന്മാരാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം. ആരെ കണ്ടാലും ആരെയിൽ എന്തിരുന്നാലും അപ്പം അവന്മാർക്ക് വേണം. ഭയങ്കര മെയിൻ ക്യാരക്ടർ എനർജിയിലാണ് ഇവന്മാർ ഇവിടെ വിലസണത്. കണ്ടില്ലേ, മൊത്തം സാധനങ്ങളും പറിച്ചെടുത്തോണ്ട് പോവുക. അങ്ങനെ കഷ്ടപ്പെട്ട് നമ്മൾ വെയിറ്റ് ചെയ്ത് നിന്ന് ചുരം കയറി നമ്മളെ ടൗണിലെത്തി. നമ്മള് ടൂറിസ്റ്റ് പ്ലേസ് ഇല്ലേ അമ്മ? അത്രയും നേരം കട്ട പോസ്റ്റ് അടിച്ചിട്ട് ലാസ്റ്റ് ഈ ടൗൺ കണ്ടപ്പോൾ ഉണ്ടല്ലോ. ഫൈനലി ഗൈസ് നമ്മൾ വയനാട് കയറി വീണു. ചുരത്തിൽ ഒരു ആക്സിഡൻറ്റ് നടന്നുകൊണ്ട് ഭയങ്കര ഹെവി ബ്ലോക്കായിരുന്നു. കോലൊന്നും ശ്രദ്ധിക്കരുത്, ചത്തിട്ടിരിക്കുക.